എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയക്കാണ് നമ്മൾ ഓരോരുത്തരും തയ്യാറായിരിക്കുന്നത്. 2024 ലോക്സഭാ ഇലക്ഷന്റെ കേരളത്തിൽ നടക്കുന്ന വോട്ടെടുപ്പ് നാളെ 2024 ഏപ്രിൽ 26 നടക്കാൻ ഇരിക്കുകയാണ്. കേരളത്തിൽ വോട്ട് ചെയ്യാനിരിക്കുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 6 അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും കയ്യിൽ കരുതേണ്ട രേഖകളും അതോടൊപ്പം തന്നെ മറ്റ് വിവരങ്ങളുമാണ് പറയുന്നത്. കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക, വാട്സാപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ട്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളെല്ലാം സംസ്ഥാനത്ത് പൂർത്തിയായിട്ടുണ്ട്. 20 മണ്ഡലങ്ങളിൽ നിന്നായി 196 സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ മത്സരിക്കുന്നത്. ഇതിൽ 25 പേർ വനിതകളാണ്. കോട്ടയം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത്. 5 സ്ഥാനാർത്ഥികളുള്ള ആലത്തൂർ മണ്ഡലമാണ് ഏറ്റവും കുറഞ്ഞ സ്ഥാനാർത്ഥികളുള്ള ലോക്സഭാ മണ്ഡലം. അന്തിമ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ കഴിയുക. അന്തിമ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി www.electoralsearch.eci.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. രാവിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പായി മോക്ക് പോൾ ഉണ്ടാകും. പോളിംഗ് ആരംഭിക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് മോക്ക് പോൾ ആരംഭിച്ച് എല്ലാം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തും. 50 വോട്ടുകളാണ് ഇങ്ങനെ ചെയ്യുക. വോട്ടെടുപ്പ് നടക്കുന്നതിന് മുമ്പ് കൺട്രോൾ യൂണിറ്റിൽ റിസൾട്ട് പരിശോധിച്ച് പ്രിസൈഡിംഗ് ഓഫീസർമാർ പോളിംഗ് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തും. കൺട്രോൾ യൂണിറ്റിലെ ഡിസ്പ്ലേയിൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും 0 വോട്ടാണ് അപ്പോൾ കാണിക്കുക. ഇതിനുശേഷം വിവിപാറ്റിന്റെ ബാലറ്റ് കമ്പാർട്ട്മെന്റ് തുറന്ന് ഇത് ശൂന്യമാണ് എന്ന് പോളിംഗ് ഏജന്റുമാരെ പ്രിസൈഡിംഗ് ഓഫീസർമാർ ബോധ്യപ്പെടുത്തും. ഇതിനുശേഷം പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ കുറഞ്ഞത് 50 വോട്ട് മോക്ക് പോൾ നടത്തും. ഇത് എണ്ണി ശേഷം ഇതെല്ലാം കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പിന്നെ പോളിംഗ് ആരംഭിക്കുന്നത്. വോട്ടെടുപ്പിന് പോകുന്ന ആളുകൾ കയ്യിൽ കരുതേണ്ട രേഖകളാണ് ഇനി പറയുന്നത്. ഇലക്ഷൻ ID കാർഡ്, വോട്ടർ ID കാർഡ്, ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ഫോട്ടോ പതിച്ച ബാങ്ക് പാസ്ബുക്ക്, ഭിന്നശേഷി ID കാർഡ് അല്ലെങ്കിൽ ഫോട്ടോ പതിച്ച സർവീസ് ID കാർഡ്, അതുമല്ലെങ്കിൽ തൊഴിൽ മന്ത്രാലയം നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ്, അതല്ലെങ്കിൽ ഫോട്ടോ പതിച്ച പെൻഷൻ രേഖ, NPR RGI നൽകുന്ന സ്മാർട്ട് കാർഡ്, MP MLA മാർ ആണ് എങ്കിൽ അവരുടെ ഐഡന്റിറ്റി കാർഡ്, തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് അവരുടെ തൊഴിൽ കാർഡ്. ഇനി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ബൂത്ത് സ്ലിപ്പ് വേണം. ആ ബൂത്ത് സ്ലിപ്പിലാണ് നമ്മുടെ ക്രമ നമ്പറും അതുപോലെ തന്നെ ബൂത്ത് നമ്പറും രേഖപ്പെടുത്തിയിട്ടുണ്ടാകുക. അത് നിങ്ങൾക്ക് റിട്ടേണിംഗ് ഓഫീസറോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള രാഷ്ട്രീയ പ്രവർത്തകരോ എത്തിച്ച് നൽകിയിട്ടുണ്ടാകും. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് 10 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ ഇത് കണ്ടെത്താനാകും. അതിനു വേണ്ടിയിട്ട് 1950 എന്ന 1950 എന്ന നമ്പറിലേക്ക് ഒരു SMS അയച്ചാൽ മതി. 10 സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്ലിപ്പ് ലഭിക്കുന്നതാണ്. അതിൽ നിങ്ങളുടെ ക്രമ നമ്പറും ബൂത്ത് നമ്പറും ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോണിൽ ECI ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം സ്പേസ് ഇട്ടതിന് ശേഷം നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക. ഈ മെസ്സേജ് നിങ്ങൾ 1950 എന്ന നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 സെക്കൻഡിനകം നിങ്ങളുടെ ബൂത്ത് നമ്പറും ക്രമ നമ്പറും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും മനസ്സിലാക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.